ഹായ് ഹായ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. ആ ചാനലിൻ്റെ പേര് ദേവി. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈം തുടങ്ങുന്നത് ഒരു അടുക്കളത്തോട്ടമാണ്. പക്ഷേ ആ അടുക്കളത്തോട്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, മറന്നു പോകരുത്. അതിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് മെല്ലെ ടച്ച് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ കാണിക്കുന്നത് ഇതിൽ ഒരു മത്തൻ്റെ പൂവാണ്. കായ അതിലിടാൻ ആകുന്നുള്ളൂ കേട്ടോ. പൂ വിരിഞ്ഞിട്ടുള്ളൂ, നല്ല പിടിച്ച് കയറുന്നുള്ളൂ. നല്ലൊരു കാറ്റും മഴയും പെയ്ത കാരണം കൊണ്ടാണ് അത് തളർന്നു പോയി. ഇത് മറ്റേ മഞ്ഞളാണ്, കുറച്ചുള്ളൂ കേട്ടോ. ആകെ ഒരു 5 സെൻറ്റ് സ്ഥലത്ത് ഒരു വീടും കുറച്ച് അടുക്കളത്തോട്ടത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞൊരു മുരിങ്ങത്തൈയും ഉണ്ട്. കണ്ടോ, മുരിങ്ങ തൈ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടോ. പിന്നെ ഇത് കറിവേപ്പിൻ്റെ തൈയാണ്, കറിവേപ്പില കണ്ടില്ലേ. അപ്പോൾ കുഞ്ഞത്. പിന്നെ എൻ്റെ ചേട്ടൻ ഇവിടെ കൊള്ളി നട്ടിട്ടുണ്ട്. കൊള്ളിയിൽ കുഞ്ഞു ഇലകൾ ഉണ്ടോ വരുന്നത്, കുഞ്ഞു തൈകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു മുരിങ്ങത്തൈകളും നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓമത്തൈ, അത് ക്ലിയറായിട്ട് കാണുന്നൊന്നുമില്ല, എന്നാലും കാണും. പിന്നെ ഇവിടെ മുളക് തൈ ഇട്ടുണ്ട് കേട്ടോ. മുളകും തൈ പറഞ്ഞാൽ ഇതിൽ വലിയ മുളക്, ചെറിയ മുളക്, ചീനിമുളക്, വെള്ളം മുളക്, അങ്ങനെയുള്ള ചെടികളാണ് ഇതൊക്കെ നട്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു കൂവ തൈയാണത്. പിന്നെ ഞങ്ങൾക്കൊരു വാഴ കണ്ടോ, ഞങ്ങളുടെ വാഴയാണ് കേട്ടോ അത്. ഈ വാഴയിൽ ഒരു വാഴ കൊലച്ചിരിക്കുന്നുണ്ട്. ഇവിടെ നല്ല വെയിൽ കാരണം കൊണ്ട് അത് അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഈ വാഴയിൽ റോബസ്റ്റ് ഉണ്ട്, നേന്ത്രമുണ്ട്, പിന്നെ പൂവൻ. പിന്നെ ഇതൊരു കുഞ്ഞു മാവും തൈയാണ്. ഈ കുഞ്ഞു മാവും തൈ വെച്ചാൽ ഇത് മൽഗോപ മാവും തൈയാണ്. എൻ്റെ കുഞ്ഞു വാവ ഈ കഴിഞ്ഞ മാസമല്ല, ഏപ്രിൽ മാസത്തിൽ അവൻ ഇത് കഴിച്ചിട്ട് ഇവിടെ കൊടുന്ന് അണ്ടി നട്ടതാണ്. പക്ഷെ അത് 2 മാസത്തിൻ്റെ ഉള്ളിൽ നല്ലോണം ഇലകളൊക്കെ വന്നു കേട്ടോ. ഉണ്ടോ, ഇതൊക്കെ മുളകും തൈകളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കൊള്ളിയുണ്ടോ, കൊള്ളി ചാക്കിൽ നിറച്ച് വെച്ചാക്കാണ് കേട്ടോ. അത് വലുതായി എൻ്റെ ചേട്ടൻ ചെയ്തതാണ് കേട്ടോ. ഉണ്ടോ, കൊള്ളികളൊക്കെ ഒരു ചാക്കിൽ നിറച്ച് വെച്ച് ചെയ്താക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വാഴ. അങ്ങനെ ഇതൊരു ചെടിയാണ് കേട്ടോ, വലിയ ചെടിയാണ്. അത് നല്ല പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചേമ്പ് നട്ടിട്ടുണ്ട്. വലിയ ചേമ്പ് തണ്ടാണ് ഇതിലുള്ളത്. ചേമ്പ് തണ്ട് കൊണ്ട് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കാം. ഉണ്ടോ, വലിയ തണ്ട ഉണ്ടോ, ഇവിടെ ഇത്ര വലിയ തണ്ടുകളാണ്. നല്ല കായ വരും അതിൽ. ഇതൊരു മാവും തൈയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു കായാണിത്. ഉണ്ടോ, വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. ഉപ്പേരി മെഴുക്ക് വെറ്റിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഇഷ്ടമാണ്. പിന്നെ ഇത് കൈപ്പക്കയാണ് കേട്ടോ. ഈ കൈപ്പക്ക ഉണ്ടോ, ഇതിലൊരു 5-6 കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ചില്ലുകളൊക്കെ പൊട്ടിപ്പോയി, കാറ്റ് വീശിയിട്ട്. അതിൻ്റെ ഞങ്ങൾ നന്നായിട്ട് പന്തൽ പോലെ ഇട്ടതാണ്, പക്ഷേ അത് ഒടിഞ്ഞു പോയി. അപ്പോൾ വെറുതെ ഒരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഓലയിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ കൈപ്പക്ക ചെടി ഇടുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ഈ മാന്തളം നാരങ്ങയില്ലേ, ഇത് മാന്തളം നാരങ്ങയാണ് കേട്ടോ. ഇതുണ്ടോ, ഈ മാന്തളം നാരങ്ങയാണ് കേട്ടോ. ഒരു കൊല്ലത്തോളമായി വലുതായിട്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും ഹൈറ്റായി കേട്ടോ. പക്ഷെ ഞാൻ മാത്രം വലുതാകുന്നില്ല. എന്നാലും പുള്ളിക്കാരൻ നല്ലോണം വലുതായിട്ടുണ്ട്. പുള്ളിക്കാരത്തിയാണ് കായ വരും എന്നുള്ള വിശ്വാസത്തോടെ പറയുന്നത്. ഇത് പിന്നെ തക്കാളി ചെടി, ഇതിൽ പൂവിട്ടിട്ടുള്ളൂ. ഒക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം നട്ടിട്ടുള്ളൂ. അപ്പോൾ കായ വരുന്നുള്ളൂ, പൂവ് വരുന്നുള്ളൂ. പിന്നെ ഇത് നിറയെ ചീനി കേട്ടോ. ഇങ്ങനെ നല്ല ചീനികളൊക്കെ ഉണ്ട്, ചീനികളുണ്ട്. പിന്നെ മുളക് വരുന്നുള്ളൂ. പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി കുറച്ച് ദിവസം ഇങ്ങനെ വരുന്നുള്ളൂ, തക വരുന്നുള്ളൂ.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലത്തെ അടുക്കളത്തോട്ടത്തിലുള്ള ചെടികൾ ഒക്കെ വരുന്നുള്ളൂ. 2 മാസം ആകുമ്പോഴത്തേനൊക്കെ എല്ലാം സെറ്റാകും. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് പറയുക. പിന്നെ പുറകുള്ള എല്ലാതും നിങ്ങൾ ഒന്ന് ടച്ച് ചെയ്താലാണ് എൻ്റെ വീണ്ടുമുള്ള പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എല്ലാവരും എനിക്ക് ഒപ്പം നിൽക്കണം, ലൈക്ക് തന്ന് പ്രോത്സാഹനം തരണം.